ഗൈസ്, ഇത്രയും നാളും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ വീഡിയോ ഇട്ടിട്ട് എനിക്ക് ഇതുപോലൊരു തൊല്ല കിട്ടിയിട്ടില്ല. പക്ഷെ ഞാൻ റീസെൻ്റ്ലി അല്ല, ഞാൻ ഫേസ്ബുക്കിൽ എനിക്ക് ഓൾറെഡി ഒരു പേജ് ഉണ്ടായി. ഞാൻ അത്ര വലിയ ആക്റ്റീവ് അല്ലായിരുന്നു. ഈ ഇടയായപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ഇട്ട് ആ വീഡിയോ ഒക്കെ റീച്ച് ആവാൻ തുടങ്ങിയപ്പോഴത്തേക്ക് സത്യത്തിൽ കുറേ ആളുകൾ, കുറേ അമ്മാവന്മാർ, എന്ന് പറഞ്ഞാൽ കുറേ അമ്മാവന്മാരാണ് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ. അത് പെൺകുട്ടികളുടെ ഒരു നമ്പർ ഇട്ട് കൊടുത്തത് കൊണ്ടാണ് ഇനിയിപ്പോൾ അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണേന്ന് എനിക്ക് അറിയാൻ പാടില്ല. റീസെൻ്റ്ലി ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽസ് വെച്ചിട്ട് കുറച്ചു നേരം മുമ്പ് ഒരു രാവിലത്തെ ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഒരു അമ്മാവനാ വിളിച്ചിട്ട് വണ്ടി ഞങ്ങൾ സെയിലായി പോയെന്ന് പറഞ്ഞത്. സെയിലായി പോയെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അയാൾ പറയണേ വണ്ടി സെയിലായി പോയല്ലേ, അപ്പോൾ ആ പെങ്കൊച്ച് മരിച്ചു പോയാ, ആ വീഡിയോ ഒക്കെ ചെയ്യണ പെങ്കൊച്ചില്ലേ, ആ പെണ്ണ് മരിച്ചു പോയാ, അങ്ങനെയൊക്കെയാണ് ആൾക്കാർ ചോദിക്കണേ. ഇവർക്കൊന്നും പോകത്തില്ല. പ്രായമായപ്പോഴത്തേക്ക് എന്താണ് വല്ല അൽഷിമേഴ്സും പിടിച്ചു. ഞാൻ എന്ത് പറയാനാ, നിങ്ങൾക്കൊക്കെ പറഞ്ഞിട്ടുള്ള സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫേസ്ബുക്ക് ഒന്നും അല്ല. നിങ്ങൾ ഒന്നില്ലെങ്കിൽ ഒരു റേഡിയോ വാങ്ങിക്കുക, റേഡിയോ വെച്ചിട്ട് നിങ്ങൾ വാർത്തകൾ കേൾക്കുക. നിങ്ങൾക്ക്